വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കാലവർഷം ശക്തിപ്പെട്ടതിനെ തുടർന്ന് ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാരെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേർന്നു. ചേലക്കര MLA UR പ്രദീപിന്റെ നേതൃത്വത്തിൽ ചേലക്കര PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ മഴക്കാലത്ത് വിവിധ വകുപ്പുകൾ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള മുന്നൊരുക്ക യോഗം UR പ്രദീപ് MLAയുടെ അധ്യക്ഷതയിൽ ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നത്. മഴക്കാലത്ത് ദുരിതമുണ്ടാകാൻ ഇടയുള്ള പ്രത്യേക മേഖലകളിൽ തികഞ്ഞ ജാഗ്രത ആവശ്യമാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറുന്നതിന് സംവിധാനം ഒരുക്കുമെന്നും UR പ്രദീപ് പറഞ്ഞു. ഇതുകൂടാതെ ഈ വരുന്ന സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ പഞ്ചായത്തിലും RRT ടീമുകൾ റെഡിയായിരുന്നു. അവരുടെ എല്ലാം ഫോൺ നമ്പർ വിളിച്ചാൽ വെളിപ്പുറത്ത് കിട്ടുന്ന രീതിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും വേണം. അത് 2-ാം തീയതി ഇതിൻ്റെ RRT ടീമുകൾ തയ്യാറാക്കി വെക്കണം എന്നാണ് എനിക്ക് ഒരു നിർദ്ദേശമായി വയ്ക്കാറുള്ളത്. അതോടൊപ്പം ഇവിടെ ഈ ടൂൾസ് പഞ്ചായത്ത് നേരത്തെ തുറക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു. മരം മുറിച്ചു മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഉൾക്കട്ടകളോ അല്ലെങ്കിൽ കയറോ ഉൾപ്പെടെയുള്ള എന്തെല്ലാം സാമഗ്രികൾ നമുക്ക് വേണമെങ്കിൽ ഈ RRT ഒന്ന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ KSEB ഓഫീസുകളിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകളിൽ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരുക്കാൻ MLA നിർദ്ദേശം നൽകി. വെള്ളം കയറി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുവാനും ഓരോ പഞ്ചായത്തുകളിലും വോളണ്ടിയർ ടീം രൂപീകരിക്കുവാനും തദ്ദേശ പ്രതിനിധികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുവരെ കാലവർഷത്തിൽ 17 വീടുകൾ തകർന്നതായി തഹസിൽദാർ യോഗത്തെ അറിയിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അപകട സാധ്യത ഉള്ള ഇടങ്ങളുടെ ഡാറ്റ തയ്യാറാക്കും. മികച്ച വോളണ്ടിയർ ടീമുകൾ രൂപീകരിക്കണം. ചേലക്കര താമസിക്കുവാൻ ഉതകുന്ന തരത്തിൽ 43 ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വൈദ്യുതിയും വെള്ളവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി ഭക്ഷണം വിതരണം ചെയ്യും. ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. ജലഗതാഗതം തടസ്സപ്പെടുന്ന മരങ്ങൾ, നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വീണ് കിടപ്പുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. അപകടം ചെയ്യുന്ന മരങ്ങൾ മുറിച്ചിടണം. താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. വീട് പരിശോധന ഫോട്ടോകൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നും ഓരോ വകുപ്പുകളും ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഓറഞ്ച് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും തഹസിൽദാർ അറിയിച്ചു. യോഗത്തിൽ 9 ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV നഫീസ, KM അഷറഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ശശീന്ദ്രൻ മാസ്റ്റർ, MK പത്മജ, ഗിരിജ മേലേടത്ത്, V തങ്കമ്മ, K ജയരാജ്, PP സുനിത, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KA അൻസാർ അഹമ്മദ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. VCV ന്യൂസ്, ചേലക്കര.